ഹലോ നമസ്കാരം. ടുഡേയ്സ് റിയാദിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ള ഗസ്റ്റ് നമ്മുടെ മഞ്ചേശ്വരത്തിൻ്റെ MLA നമ്മുടെ റിയാദിലെത്തിയിട്ടുണ്ട്. അവിടെ ഒരു എന്തോ ഒരു KMCC ഒരു പ്രോഗ്രാമിനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കൂടെ തന്നെ നമ്മുടെ KMCCയുടെ ഒരു ഭാരവാഹി കൂടെ കൂടിയുണ്ട്. വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ഏത് പ്രോഗ്രാമിനാണ് നമ്മൾ റിയാദിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്? റിയാദിലേക്ക് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരുപാട് പ്രാവശ്യം വന്നിരുന്നു. ഈ പ്രാവശ്യം കാസർഗോഡ് ജില്ല റിയാദ് KMCC ഒരു 9 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു മികച്ച ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചത്. കായികവും സാംസ്കാരികവും വിദ്യാഭ്യാസവും സാമൂഹ്യ മേഖലയും കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രവാസ ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട നമ്മുടെ അതിമനോഹരമായ നമ്മുടെ കൈസൻ ജാപ്പാനീസ് ജനത ഉപയോഗിക്കുന്ന തത്വചിന്താപരമായ ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ആ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ആ ക്യാമ്പയിൻ്റെ സമാപനം ജൂൺ മാസം 26-ാം തീയതി റിയാദിൽ വെച്ചിട്ടാണ് നടന്നത്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളും കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന്, കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കലക്ടർ മാഹിനാജി, ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ്, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ ഉജ്ജ്വല പ്രഭാഷകൻ ഇസ്മായിൽ വയനാട്, അങ്ങനെ വളരെ അപൂർവമായി ഞങ്ങളുടെ ടീമാണ് റിയാദിലെത്തിയത്. തീർച്ചയായും ഞങ്ങളുടെ ഓർമ്മകളിൽ പ്രവാസ ലോകത്ത് ഏറ്റവും മനോഹരമായ ഒരു പരിപാടിയാണ് പ്രിയപ്പെട്ട ഷാഫിച്ചയുടെയും സുഹൃത്ത് അഷ്റഫ് മീപ്രിയുടെയും ഇസ്മായിലിൻ്റെയും നേതൃത്വത്തിലുള്ള റിയാദ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ രീതിയിൽ മാതൃകാപരമായ അഭിനന്ദനീയമായ ഒരു പ്രോഗ്രാമാണ് ഇന്നലെ സമാപിച്ചതും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതും. എന്താണ് പ്രോഗ്രാം പറ്റി പറയുന്നത്? റിയാദ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഇവിടെ പറഞ്ഞതുപോലെ 9 മാസം കൊണ്ട് നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ 2024 നവംബർ 15-നാണ് ആരംഭിച്ചത്. പ്രവാസ ലോകത്ത് വിവിധ തലങ്ങളെ സ്പർശിക്കുന്ന രീതിയിൽ കായിക, കല, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ വ്യത്യസ്തമായ പരിപാടികൾ ഈ കാലയളവിൽ ക്യാമ്പയിൻ കാലയളവിൽ റിയാദ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നടത്താൻ വേണ്ടി സാധിച്ചു. ഇത് ഒരു സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് പുതിയ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ഇങ്ങനെയൊരു ക്യാമ്പയിൻ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾ KMCC ലീഡർഷിപ്പിലുള്ള ജില്ലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തി ഒരു എക്സിക്യൂട്ടീവ് ക്യാമ്പും അതുപോലെ ക്രിക്കറ്റ്, ഫുട്ബോൾ ടൂർണമെന്റുകളും, ആരോഗ്യ ക്യാമ്പും, ഫാമിലി മീറ്റും, ഇഫ്താർ മീറ്റും ഒക്കെ ഈ കാലയളവിൽ കഴിഞ്ഞ 9 മാസത്തിനിടയിൽ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ KMCCയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രവാസ ലോകത്ത് ജീവകാരുണ്യത്തിന്റെ പര്യായമായ KMCC കാസർഗോഡ് ജില്ലാ KMCCയെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി ജീവകാരുണ്യ രംഗത്ത് പ്രവാസ ലോകത്ത് നാട്ടിലും ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു ഘടകമാണ് KMCCയെ സംബന്ധിച്ചിടത്തോളം. ഈ കൈസൻ ക്യാമ്പയിൻ കാലയളവിൽ ജീവകാരുണ്യ പ്രവർത്തനം ഒന്നുകൂടി ഊർജിതമാക്കിയെന്ന് വേണം പറയാൻ. വിശേഷ കാസർഗോഡ് CH സെന്റർ അതുപോലെ ജില്ലയിലുള്ള മറ്റ് CH സെന്ററുകൾക്കുള്ള സഹായം ഏകദേശം 50 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ കാലയളവിൽ ഈ KMCCയുടെ ജില്ലയിലുള്ള വിവിധ ഘടകങ്ങൾ CH സെന്റർ ചാപ്റ്ററുകളിൽ സ്വരൂപിച്ച് നൽകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിപ്രായകരമായ ഒരു നേട്ടമായി ഞങ്ങൾ കരുതുന്നു. ഇപ്പോൾ നമ്മുടെ സാറിനോട് എത്തിയാൽ എന്താണ് നമ്മുടെ ഇപ്പോൾ ഒരു നാട്ടിലെ ഒരു രാഷ്ട്രീയ ഒരു മാറ്റം എങ്ങനെയാണ് പറയാൻ തോന്നുന്നത്? ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ കേരള സമൂഹം കടന്നു പോകുന്നത്, പല രാഷ്ട്രീയ പാർട്ടികളായിട്ട്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി എന്താണ് പറയാൻ? നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അതെ, ഏറ്റവും മികച്ച ഒരു ബൈ ഇലക്ഷൻ അതെ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഇലക്ഷൻ. അതെ, ആ ഇലക്ഷനിൽ ഐക്യജനാധിപത്യ മുന്നണി ആര്യടൻ ഷൗക്കത്തിന് ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച ഒരു ഇലക്ഷൻ്റെ മധുരമുള്ള ഒരു സമയത്താണ് ഞങ്ങൾ റിയാദ് KMCCയുടെ പ്രോഗ്രാമിലേക്ക് വന്നത്. ഞാനും തൃക്കാക്കരയിലും നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ നിര്യാണം മൂലം വഴി വന്ന മണ്ഡലത്തിലൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രചരണത്തിന് പോയിരുന്നു. വഴിക്കടവ് പഞ്ചായത്തിൽ 10 ബൂത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് 10 ദിവസക്കാലം
നിലമ്പൂർ മണ്ഡലത്തിൽ സജീവമായി വീട് വീടാന്തരം കയറി ആ ക്യാമ്പയിനിൽ പങ്കെടുത്ത ഒരാളാണ്. കേരളം നമുക്കറിയാം 1957 ഭാഷാടിസ്ഥാനത്തിൽ 56 ഭാഷാടിസ്ഥാന സംസ്ഥാന പിറവിക്ക് ശേഷം 57 ആദ്യമായി EMSൻ്റെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 5 years LDF 5 years UDF എന്നുള്ള രീതിയാണ് കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് സർക്കാർ നൽകിയ കിറ്റ് പോലും മിസ്യൂസ് ചെയ്ത് ജനങ്ങളിൽ കൃത്യമായി PR വർക്കിലൂടെ ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി LDF ഗവൺമെൻറ്റിക്ക് ഒരു തുടർഭരണം ലഭിച്ചു. തുടർഭരണം ലഭിച്ചതിൻ്റെ ദുരന്തം കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 4 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് നിലമ്പൂരിൽ ഭരണകക്ഷിയുടെ ഒരു MLA ഭരണകക്ഷിയുടെ സംഘപരിവാർ ബന്ധവും കേരളം ഞെട്ടുന്ന അഴിമതികളും പുറത്തു കൊണ്ടുവന്ന് ഭരണകക്ഷിക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തി അദ്ദേഹം റിസൈൻ വെച്ച ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ UDFൻ്റെ നേതൃത്വം അദ്ദേഹത്തെ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അംഗീകരിക്കാത്തപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി അദ്ദേഹവും മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിലാണ് വലിയ ഒരു വിജയം നമ്മൾ കൈവരിച്ചിട്ടുള്ളത്. ഈ വിജയത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കേരളം ഒരു കാത്തിരിപ്പിലാണ്. ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ 18 സീറ്റുകൾ അത്യുജ്വല വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് നൽകിയത്. വിജയമെന്ന് മാത്രമല്ല ഓരോ ആളുകളുടെയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. ഞാനിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ വടക്കേറ്റത്തുള്ള മഞ്ചേശ്വരത്തെ MLA ആണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കാലങ്ങളായി LDFൻ്റെ കുത്തക സീറ്റാണ്. 5 LDFൻ്റെ MLAമാർ 2 UDFൻ്റെ MLAമാരുമുള്ള ഒരു ലോക്സഭാ മണ്ഡലം. രാജ്മോഹൻ ഉണ്ണിത്താന് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 40,000 ജയിച്ചൊരു മണ്ഡലമാണ്. 1,00,000 ജില്ലാന വോട്ടുകൾക്ക് ഞങ്ങൾ വിജയം കൈവരിക്കുന്നത്. കല്ലാശ്ശേരി പോലെയുള്ള 50,000 വോട്ട് നിയമസഭയിലേക്ക് MLA തെരഞ്ഞെടുത്ത മണ്ഡലത്തിൽ 1000 ജില്ലാന വോട്ടുകളുടെ ലീഡ് മാത്രം വരുന്നു എന്ന് പറയുമ്പോൾ കേരളം ഒരു അത്യുജ്വലമായി UDFന് അനുകൂലമായി വിധി എഴുതാൻ കാത്തു നിൽക്കുന്ന സമയമാണ്. അതിൻ്റെ മികച്ച ഒരു സെമിഫൈനലായിരുന്നു നിലമ്പൂർ ഇലക്ഷൻ. ഒരു 5-6 മാസം കഴിയും പഞ്ചായത്ത് ഇലക്ഷനും പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷനിലും കേരളത്തെ UDF തൂത്തുവാരും. നിയമസഭാ ഇലക്ഷനിൽ 100-ലധികം സീറ്റോടുകൂടി UDF തകർത്ത് തരിപ്പണമാക്കിയ കേരളത്തിലെ ജനങ്ങളുടെ നീറുന്ന അനവധി പ്രശ്നങ്ങളിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ പ്രതീക്ഷ പകരുന്നൊരു ഗവൺമെൻറ്റിൻ്റെ വരവിന് വേണ്ടി കേരളം കാത്തിരിക്കുന്ന സമയമാണ്. ഇപ്പം സാർ, ഇപ്പം നമ്മുടെ ജനങ്ങളെ ഒരു പൾസ് എന്താണ് നമുക്ക് ഏകദേശം ഈ ഇലക്ഷനിലൂടെ അറിയാൻ പറ്റി. അപ്പോൾ ഇനി വരുന്ന നമ്മുടെ ഇലക്ഷനിൽ എങ്ങനെയാണ് നമ്മുടെ പാർട്ടിയുടെ ഒരു പോക്ക് എങ്ങനെയാണ്, എന്താണ് പ്ലാൻ? നമുക്കതൊന്നും ആർക്കും അതൊരു ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, സാധാരണക്കാരൻ്റെ പെൻഷൻ ലഭിക്കാതെ എത്ര മാസമായി. ക്യാൻസർ ബാധിച്ച ഒരു രോഗി തഹസിൽദാരുടെ മുമ്പിലെത്തി മാസാമാസം കിട്ടുന്ന 1000 രൂപ കൊടുക്കേണ്ട എത്ര മാസമായി. HIV രോഗികൾക്ക് മരുന്നിന് കൊടുക്കുന്ന പൈസ കിട്ടാണ്ട് 8 മാസമായി. പഞ്ചായത്തിൽ സാധാരണ ഒരാൾ ഭവനം നിർമ്മിക്കാനാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നതെങ്കിൽ ഭവനം എടുക്കാനുള്ള പെർമിഷൻ വാങ്ങാൻ വേണ്ടി വായ്പ എടുക്കുന്ന ദുരിതത്തിലെ കേരളത്തിലെ ജനങ്ങളെ തള്ളിയ ഒരു ഗവൺമെൻറ് ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്നൊരു ക്യാപ്ഷൻ വെച്ച് സാധാരണക്കാരൻ്റെ ഭവന സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ഗവൺമെൻറ്. വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ പറയാതിരിക്കുന്നതാണ് ഉത്തമം. റോഡുകളുടെ അവസ്ഥ പറയാതിരിക്കുന്നതാണ് ഉത്തമം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുർഭരണം സമ്മാനിച്ച ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത് സൈകെട്ടാണ് ലോക്സഭാ ഇലക്ഷനിൽ ഒരു വിധിയെഴുത്ത് നടത്തിയത്, ബൈ ഇലക്ഷനുകൾ അത്യുജ്വല ഭൂരിപക്ഷം നൽകിയത്. ഈ തെരഞ്ഞെടുപ്പും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ കാത്തു നിൽക്കുന്നത് LDFനെ എന്നേക്കുമായി മാറ്റി നിർത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്താണ് ഒരു ബൈ ഇലക്ഷൻ്റെ വിജയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നേടാൻ കഴിഞ്ഞത്. കേരളം ഇപ്പോൾ നിൽക്കുന്നത് ഈ ഗവൺമെൻറ് അവസാനിപ്പിക്കാനാണ് കേരളത്തിലെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള ജനങ്ങൾ കാത്തു നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ റിയാദ് KMCC കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ വടക്കേയറ്റത്തുള്ള ഒരു ജില്ലയാണ്. ഭാഷകളുടെ, കലകളുടെ, സംസ്കാരങ്ങളുടെ ഒക്കെ വലിയ സമ്പന്നത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നൊരു ഭൂമികയാണ് കാസർഗോഡ്. റിയാദ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങളൊരു ടീമായി വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരോടും പറയാനുള്ള, മീഡിയയിലൂടെ പറയാനുള്ള ഒരു കാര്യം, കാസർഗോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, കേരളത്തിൻ്റെ ഒരു 10-35 വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കേരളം അത് മാലിക് ദിനാറിൻ്റെ, സാൻ ഫായ്സിൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ മതേതര മേഖലയിൽ ഇന്ത്യയുടെ ആത്മാവ് ഉൾക്കൊള്ളുന്നൊരു മണ്ണാണ് കേരളം. ആ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത്
കർണാടകയിൽ BJP ഭരിച്ച സ്റ്റേറ്റാണ്. BJPക്കാർക്ക് ഏറ്റവും കൂടുതൽ MLA-മാരുള്ള ലോക്സഭാ സീറ്റുള്ള ഒരു ജില്ലയാണ് മംഗലാപുരം, സൗത്ത് കാനറ, ദക്ഷിണ കന്നഡ ജില്ല. ആ ജില്ലയുടെ കാറ്റേറ്റ് കാസർഗോഡ് ജില്ലയിൽ BJP അക്കൗണ്ട് തുറക്കാൻ മോഹിക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരവും അതോടൊപ്പം തൊട്ടടുത്ത കാസർഗോഡും. ഞങ്ങൾ അവിടെയൊക്കെ മതേതരത്വത്തിൻ്റെ കൃത്യമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ മതേതര നിലപാടുകൾ കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തായാലും ലോക്സഭയിലേക്കായാലും നിയമസഭയിലേക്കൊക്കെ ജയിക്കുന്ന മണ്ഡലങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ മഞ്ചേശ്വരം MLA ആയി ഒരു 89ൻ്റെ വിജയം ലഭിച്ച മണ്ണ് ബൈ ഇലക്ഷൻ 7000 വോട്ടിന് ജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 1000-ഓളം എടുക്കുന്ന വോട്ടുകൾക്കാണ് നമ്മൾ ജയിച്ചത്. ഈ ജില്ലയിൽ വ്യാപകമായി ഇന്ത്യയിൽ എങ്ങനെയാണ് BJP ജനാധിപത്യ രീതിയിൽ ജയിക്കാൻ കഴിയാത്തപ്പോൾ കലാപങ്ങളിലൂടെ എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക എന്നുള്ളത് ആസൂത്രിതമായി നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു ജില്ലയാണ്. ആ ജില്ലയിലാണ് ഞങ്ങൾ കൃത്യമായി മതേതര സ്വഭാവവും മതേതര നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വർഗീയതയെ തോൽപ്പിച്ച് ജയിക്കുന്നത്. ഞങ്ങളുടെ KMCC എന്ന് പറയുമ്പോൾ ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് മേബരി സൂചിപ്പിച്ചു, ലോകത്ത് തുല്യതയില്ലാത്ത ഒരുപക്ഷെ ചാരിറ്റിയുടെ പര്യായ പദമാണ് KMCCക്ക് ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, രാജ്യത്തിൻ്റെ അതിർവരമ്പുകളിൽ ഒരുപക്ഷെ KMCCയുടെ സേവനം ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് പോലും ലഭിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തിൻ്റെ ചരിത്രമൊക്കെ ലോകം രചിക്കുമ്പോൾ KMCCയുടെ അധ്യായം രചിക്കാണ്ട് കോവിഡിൻ്റെ ഒരു ചരിത്രം ലോകത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല. KMCCയും നടത്തുന്ന സേവനം എന്ന് പറയുന്നത് വലിയ രീതിയിൽ നാട്ടിൽ ഒരു പ്രയാസപ്പെടുന്ന ഒരാൾ കണ്ണീരിൽ നിൽക്കുമ്പോൾ അവരുടെ കണ്ണീരൊപ്പുന്ന ഒരു പ്രസ്ഥാനമാണ് KMCC. തീർച്ചയായും കാസർഗോഡിന് നന്മയുടെ ധാരാളം മുഖങ്ങളുണ്ട്. കാസർഗോഡിന് മനുഷ്യത്വത്തിൻ്റെ ധാരാളം കഥകൾ പറയാനുണ്ട്. അതിൻ്റെ ഒരു കണക്ഷൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് ജില്ല റിയാദ് KMCC ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം എല്ലാ മേഖലയും തൊട്ടുകൊണ്ട് സംഘടിപ്പിച്ചത്. ആ പ്രോഗ്രാം നടക്കുമ്പോൾ ഞങ്ങൾക്കൊരു നീറ്റലായി അനുഭവപ്പെട്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാരവാഹിയുടെ KH മുഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന റിയാദ് KMCC കാസർഗോഡ് ജില്ല ഉപാധ്യക്ഷൻ, അതിൻ്റെ ഈ അടുത്ത ഒരു മാസമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായത്. അത് ഞങ്ങളെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം മഞ്ചേശ്വരം മണ്ഡലത്തിൽ അങ്കടിമൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ മരണ ദുഃഖത്തിനിടയിലാണ് KMCC ഒരു പ്രോഗ്രാം നടത്തി എന്നുള്ള ഒരു ചെറിയ സന്തോഷത്തിനിടയിലും ആ നീറ്റൽ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ റിയാദിൽ KMCCയുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ നടന്നു പോകും. ഓരോ സാമൂഹിക പ്രവർത്തനങ്ങളായാലും അപ്പം എന്താണ് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളോട് അവസാനമായിട്ട് പറയാനുള്ളത്? പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളം പ്രവാസ മേഖലയാണ് നമുക്ക് അന്നം നൽകിയത്. കേരളത്തിൻ്റെ ഓരോ വികസനങ്ങളുടെ സിഗ്നേച്ചർ പ്രവാസി ലോകമാണ്. അത് പറയുമ്പോഴും ഇപ്പോൾ വടക്കേറ്റത്തുള്ള ഒരു MLA എന്ന നിലയ്ക്ക് മലബാറിലെ മറ്റു മേഖലകളും തെക്കൻ മേഖലകളൊക്കെ പ്രവാസി ലോകത്ത് വലിയ രീതിയിൽ ഉയരുമ്പോൾ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ അങ്ങനെ വലിയ കമ്പനികളിൽ ജോലിയോ വലിയ ഉയർന്ന ബിസിനസ്സോ ഇല്ലാത്ത ഒരു കാലത്ത് ഇവിടെ വന്ന ഓർമ്മകൾ മനസ്സിലുണ്ട്. ഇന്ന് പ്രവാസ ലോകത്തേക്ക് വരുമ്പോൾ കാസർഗോഡ് ന്യൂ ജനറേഷൻ കൃത്യമായി നല്ല നല്ല ജോലികളിൽ അവർ കയറുന്നുണ്ട്, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. അവർ അതിൻ്റെ ഒരു മിച്ചം നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് വലിയ ശുഭപ്രതീക്ഷയും വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. പ്രവാസ ലോകത്ത് ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിരന്തരമായി നമ്മൾ ഉയർത്തിക്കാട്ടിയ ഒന്നാണ്, അന്നം തേടി വിദേശത്തെ ആളുകൾക്ക് നാട്ടിലൊരു വോട്ട് വരുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു പ്രവാസി വോട്ടെന്ന് പറയുന്ന ഒരു ആശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോലും കേസ് ഫയൽ ചെയ്തിട്ട് പോലും നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിമാന നിരക്ക് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത്, ഒരു സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിൽ നാട്ടിലെ ആഘോഷത്തിന് വേണ്ടി നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വിമാനങ്ങളുടെ ഫയർ ഉയരുന്ന കാരണം കൊണ്ട് അവരനുഭവിക്കുന്ന പ്രയാസം, ഇപ്പോഴും ഇതൊന്നും എൻ്റെ നിയമസഭയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല. പ്രിയപ്പെട്ട നമ്മുടെ MPമാരൊക്കെ നിയമസഭയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പാർലമെൻറ്റിൽ ഉയർത്തിയ കാര്യങ്ങളാണ്. ഞാൻ ഇപ്പോഴും പ്രവാസ ലോകത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഞാൻ നിയമസഭയിൽ പ്രവാസി കാര്യക്ഷമ കമ്മിറ്റിയിൽ അംഗമായ ഒരാളാണ്. എൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ AC മൊയ്തീനാണ്. അതിൽ പലപ്പോഴും പ്രവാസികളുടെ നേരിടുന്ന ധാരാളം പ്രശ്നങ്ങൾ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഞാനിപ്പോഴും ഇവിടെ പ്രവാസികൾക്ക് റിയാദിൽ വന്നപ്പോൾ റിയാദ് KMCC വലിയ രീതിയിൽ ജനങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. ഏത് കമ്മിറ്റിയേക്കാളും മികച്ച സേവനം ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ഒരു മനോഹരമായ മധുരമായ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ എൻ്റെ ഈ ഞങ്ങളുടെ ഇൻ്റർവ്യൂ കാണുന്ന ആളുകൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്, തീർച്ചയായും നിയമസഭ അംഗമെന്ന നിലക്ക് നാട്ടിൽ പോയാൽ പ്രവാസികൾ എന്നും ഉന്നയിക്കുന്ന ഇഷ്യൂസ്, ഇപ്പോഴും ലൈവായി നിൽക്കുന്ന ഇഷ്യൂസ്, അത് ഓരോന്നും പരിഹരിക്കാനുള്ള
ഒരു പരിശ്രമം നടത്തും എന്ന് പറയുകയാണ്. അതോടൊപ്പം ഇപ്പം ഞങ്ങൾ മഞ്ചേശ്വരത്തെ ഒരു MLA നിലയ്ക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. നമുക്ക് പണ്ട് പാസ്പോർട്ട് ഓഫീസ്, പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന ആളുകൾക്ക് കോഴിക്കോടാണ്. അതിനുശേഷം പയ്യന്നൂർ അതിൻ്റെ ഒരു ഓഫീസ് വന്നെങ്കിലും ഇപ്പോഴും ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം മഞ്ചേശ്വരത്തിന് ലഭിച്ചിട്ടില്ല. അത് നേടിയെടുക്കാൻ രാജ്മോഹനെ തന്നെ MPയുടെ കൂടെ പരിശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും പ്രവാസ ലോകത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നാട്ടിലെത്തിയാൽ കിട്ടുന്ന വേദികളിൽ അതിശക്തമായി നിങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എന്നാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഉറപ്പ് നൽകാനുള്ളത്. താങ്ക് യു സോ മച്ച്. കുറച്ച് സമയം ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന്. ഇനിയും KMCCയുടെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.